കേരള പോലീസിന്റെ സൈഡിൽ നിന്ന് രാത്രി 12 മണിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയല്ല. നിങ്ങൾ അനുകരിക്കണം എന്നല്ല, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എനിക്കിത് പറയണം തോന്നി, പറയാതെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നലെ എന്റെ റീചാർജ് ഓഫർ കഴിയുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. രാത്രി 12 മണിക്ക് റീചാർജ് ഓഫർ കഴിഞ്ഞു. എനിക്ക് വൈഫൈ ഇല്ല, കൂടെ ഫ്രണ്ട്സോ ആരും ഇല്ല. എനിക്ക് അർജന്റായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്ക് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ആ തീ എന്ന് പറയുന്നത് പോലെ വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ടെൻഷനായി. എനിക്ക് ആ സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഒന്നും നോക്കിയില്ല, ഞാൻ ഫോൺ എടുത്ത് 100 വിളിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ചേച്ചിയാണ് ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, മാം എനിക്ക് എന്റെ ഓഫർ കഴിഞ്ഞു, എനിക്ക് വേറൊരു മാർഗ്ഗമില്ല, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്, നിങ്ങളോട് ഇത് പറയാമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഐ എം ട്രാപ്ഡ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം, എന്റെ ചാച്ചനെ വിളിച്ചിട്ട് ഒന്ന് എന്നെ വിളിക്കാൻ പറയാമോ ചോദിച്ചു. അപ്പൊ ഒരു ചെറിയ ചിരിയോടെ, ഓക്കെ ഇപ്പൊ ചാച്ചനെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറയണോ? ഓ ഹൗ സ്വീറ്റ് എന്ന് ആലോചിച്ചോക്ക്. ഞാൻ പറഞ്ഞു, വേണ്ട, ചാച്ചനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാലും മതി. ഓക്കെ പറയാടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ ചിലപ്പോൾ പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുത്തില്ലെങ്കിലോ 2 വട്ടം വിളിക്കണേന്ന് പറഞ്ഞു. ഓക്കെ 2 വട്ടം വിളിക്കാന്ന് പറഞ്ഞു. ഹൗ സ്വീറ്റ്. എന്റെ ചാച്ചന്റെ പേരൊക്കെ ചോദിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ചാച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, ചാച്ചനെ ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ 2 മിനിറ്റിൽ ചാച്ചൻ എന്നെ വിളിച്ചു, ഇവിടെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തൊക്കെയാടാ കാണിക്കുന്നതെന്നൊക്കെ. ഇന്ന പോലെ കുട്ടിയുടെ റെറ്റ് തീർന്നിട്ടാണുള്ളത്, റീചാർജ് ചെയ്യാം. അതായത് ഇപ്പോഴും വൈറലാകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടികൾ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ഇനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റീചാർജ് ഓഫർ കഴിഞ്ഞുപോയി, രാത്രി നോക്കുമ്പോഴേക്ക് നെറ്റില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാനുള്ള വകുപ്പില്ല, അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ 100ലേക്ക് വിളിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് 100ലേക്ക് വിളിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവുമില്ല. നമ്മൾ അപകടത്തിലാണെങ്കിൽ, നമ്മുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ, നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ, നമ്മൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാൽ അവിടെയൊക്കെയാണ് നമ്മളെല്ലാവരും 100ലേക്കൊക്കെ വിളിക്കുന്നത്. ഇവര് കേവലം ഒരു റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിച്ചത്. അതായത് ഇന്നത്തെ തലമുറയ്ക്കാണോ കുഴപ്പം അല്ലെങ്കിൽ ഇവർക്കാണോ കുഴപ്പം എന്നറിയില്ല. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് റീചാർജ്, എനിക്ക് 1-2 മെയിലുകൾ അയക്കാനുണ്ടായിരുന്നു. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണി കഴിഞ്ഞാൽ അന്ന് ഇത് കട്ടാകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1-2 ഫോൺ ഇല്ലാതിരിക്കത്തില്ല, ഒരു ഫോണിലൊന്നും ഒരാളും കളിക്കത്തില്ല, 2 ഫോണൊക്കെ ഉണ്ടാകും. പിന്നെ ഇന്റർനെറ്റ് തീരാനാകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നൽ തരും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, ആകെ എന്ന് പറഞ്ഞാൽ 593 സബ്ബങ്ങാറ്റേ ഉള്ളൂ ഇന്നലെയായിരുന്നു, ഇന്നിപ്പം കയറിയിട്ടുണ്ടാവുമായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ വൈറലാകാൻ വേണ്ടിയിട്ട് പലതരത്തിലും പലതും യൂസ് ചെയ്തുകൊണ്ടിരിക്കലാണ്. പക്ഷെ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, നമ്മുടെ പോലീസ് സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ റീചാർജ് ചെയ്യാനും അതിനും ഇതിനും ഒക്കെ വിളിക്കുന്ന ആ ഒരു സമയത്ത് അത്യാഹിതത്തിൽപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം തന്നെയാണ്, പൂച്ച കിണറ്റിൽ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറൊന്ന് കിണറ്റിൽ വീണ് കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ വിളിക്കുക. എൻ്റെ പൊന്ന സഹോദരന്മാരെ, നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് എടുപ്പിച്ചാലും മതി, അതിനൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗൗരവപ്പെട്ട ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റീചാർജ് ചെയ്തിട്ട് എന്ത് സേവനത്തിനും പോലീസിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മൾക്ക് എല്ലാ സേവനങ്ങൾക്കും ഉണ്ടാകും, അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇമാതിരി തോന്നിയവാസം കാണിച്ചതും പോരാ, അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പങ്കുവെക്കാൻ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് എന്ന് പറയുന്നത് നമുക്ക് അറിയാം വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന്. ഇവിടെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ഉപയോഗിക്കാറുണ്ട്. കാട്ടിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ റോഡ് സൈഡിൽ മീൻ വെക്കാറുണ്ട്, റോഡ് സൈഡിൽ സ്കൂൾ യൂണിഫോമിൽ വന്ന് മീൻ വിൽക്കും. അങ്ങനെ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു ആൾക്കാർ എന്ന് പറഞ്ഞാൽ വൈറലാകും. ഈ ഒരു സഹോദരി കണ്ടെത്തിയ മാർഗം അത് കുറച്ച് അതിര് കടന്നുപോയി എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ വിളിക്കണം. നമ്മുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ വിളിക്കേണ്ട ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, ഇതിനിടയ്ക്ക് ഏതോ ഒരുത്തം വിളിച്ചതുപോലെ എന്തോ സാധനത്തിൽ വിളിക്കുക, അതൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ അവരൊന്നും നിങ്ങളോട് പറയാത്തത് എന്തുകൊണ്ടാണ് അറിയാം, അവരുടെ മാന്യത കൊണ്ടാണ്, നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മാന്യത കൊണ്ട് മാത്രമാണ് ഒന്നും പറയാത്തത്. അല്ലാതെ നിങ്ങളിത് എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ കൊട്ടി ആഘോഷിച്ച് നിങ്ങൾ അതിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഏത് തരത്തിലാണ് പിന്നെ വിചാരിക്കേണ്ടത്? നിങ്ങൾ ഇപ്പോഴും പറയുന്ന കാര്യം എന്താ,
അതായത് നിങ്ങൾക്ക് ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾ ഇത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇതാക്കൂല. കാരണം നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ടും നിങ്ങൾക്ക് ഇതൊരു കണ്ടന്റിന്റെ ആവശ്യമുള്ളത് കൊണ്ടും മാത്രമാണ് നിങ്ങൾ ഇത് വിളിച്ചിരിക്കുന്നത്. അല്ലാന്ന് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു സാധാരണക്കാരാണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഇത് സോഷ്യൽ മീഡിയയിൽ കൊട്ടി ആഘോഷിക്കത്തില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വൈറലാകുക എന്ന് തന്നെയാണ്. അതിന് നിങ്ങൾ ആ സേനയെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കരുത്. ദൈവത്തെ ഓർത്തിട്ട് ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിലാണ്. എങ്ങനെയെങ്കിലും നല്ല കണ്ടന്റ് ചെയ്ത് വൈറലാകുക. നല്ല കണ്ടന്റ് ചെയ്തിട്ടാണ് വൈറലാകേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പോഴും ഇത് ഏതെങ്കിലും ഒരുത്തെ അനുകരിച്ചാലോ? അത് നിങ്ങളൊന്ന് പറ. ഇനി എന്തെങ്കിലും തിരിച്ചിപ്പോ നല്ല തിരക്കും നല്ല കാര്യങ്ങളും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപകടമോ കാര്യങ്ങളോ ഒക്കെ നടന്ന ഒരു സമയത്തായിരിക്കും അവര് പിന്നെ നിങ്ങൾ പറയുന്നത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞ് ആ നിമിഷം നിങ്ങൾ ഇതും എടുത്ത് സോഷ്യൽ മീഡിയയിലിടും. അതാണ് നിങ്ങളുടെയൊക്കെ പരിപാടിയായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് തന്നെ പറയുന്നത് ഇത് ആരും അനുകരിക്കരുത്, ഒരിക്കലും അനുകരിക്കാൻ പാടില്ല. കാരണം എന്താ അറിയാ, നമ്മുടെ പോലീസ് സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തമാശ കളിയല്ല. നമ്മൾ അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. നമ്മുടെ പോലീസും നമ്മുടെ പട്ടാളങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനത്തിൽ ഇവിടെ കിടന്നുറങ്ങുന്നത്. അവിടെയൊന്നും പറഞ്ഞാൽ നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ടോ നമ്മൾ റീചാർജിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ റീചാർജ് ചെയ്യാനൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരി, അവർ മാന്യത കൊണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു വ്ളോഗാക്കി ഇടാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരമായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതൊക്കെ വ്ളോഗാക്കി ഇടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രമായിട്ട് അവർ ആ ഒരു എന്താ പറയേണ്ടത് ആ സംഭവത്തെ നിസാരവൽക്കരിച്ചു. കാര്യം ശരിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി, നിങ്ങൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ നിങ്ങൾക്ക് അഭയം തേടാം. അതായത് ഞാൻ ഇതുപോലെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ റീചാർജ് ചെയ്യാൻ പൈസയില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊരു വാക്കാന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൽവക്ക സമ്പർക്കമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലാത്തവരാണോ? അതൊന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് മാത്രമാണ്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാലൊക്കെ നമുക്കിപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ശരിയാ, നമുക്ക് അപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റീചാർജ് ചെയ്യാം. ഇല്ല നമ്മൾ പൊതുവഴിയിൽ ഒറ്റപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ നിമിഷം നമുക്ക് വിളിക്കാം. അല്ലാതെ ഇമാതിരി എന്താ പറയേണ്ടത് ഒരു റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിന് ഇത് യൂസ് ചെയ്യും, ഒരുപാട് പേരിന് ഇത് വിളിക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വൈറലാകേണ്ടത് അത് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് ഇതൊരു വലിയ മെസ്സേജ് ഒന്നും അല്ല. എന്ത് മെസ്സേജാണിത്? നിസാര കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിസാര കാര്യം തന്നെയാണിത്. റീചാർജ് ചെയ്യലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സേനയെ നിങ്ങൾ ഉപയോഗിക്കുക. അതൊരു തമാശയും കളിയല്ല എൻ്റെ പൊന്നു സഹോദരി. അവരൊക്കെ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് രാത്രി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാവലിരിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊക്കെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യണം, അച്ഛനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് നിങ്ങളോടൊക്കെ പുച്ഛാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ പറയും വലിയ സംഭവമായിട്ട് ഇത് കാണുന്നില്ലേ? ഒരിക്കലുമല്ല. നമ്മുടെ പോലീസ് സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. അവരെ നിങ്ങൾ എന്നാ പറയേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഇതിനല്ല യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിനോ അതിനൊക്കെ ഓക്കെ. ഇതെന്ന് പറയുന്നത് എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ 100 വിളിക്കാം, അത് ടോൾ ഫ്രീ നമ്പറാണെന്ന് കരുതിയിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല. അവിടെ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ അപകടത്തിലാണ്, നമ്മൾ അപകട മേഖലയിലാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മൾ ആ നിമിഷം വിളിക്കാം. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യരുത്. ഇത് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നതിന് ശേഷം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തിനാണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലല്ലേ ആൾക്കാർ ദുരുപയോഗം ചെയ്യത്തുള്ളൂ. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ദുരുപയോഗം ചെയ്യത്തില്ലേ? അതായത് ആവശ്യമുള്ളവനും ഇനിയിപ്പോൾ ദേഷ്യമുള്ളവനും പോലീസ് സേനയോട് ദേഷ്യമുള്ള കുറേ എണ്ണം ഉണ്ടാവും. ഈ വെറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ അറിയും. ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ഇവരെ പേരിൽ ചെറിയൊരു കേസ് എടുക്കേണ്ടി വരും പിറ്റേന്ന്. അത്രയേ ഉള്ളൂ. അതാണ് പറയുന്നത് എൻ്റെ പൊന്നു സഹോദരി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എന്താണ് പൂർണ്ണമായിട്ട് ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാതെ അതൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മളെ പോലീസുകാർ അങ്ങനെ മനസാക്ഷി ഇല്ലാതെ ആളൊന്നുമല്ല.
നിങ്ങൾ പോലീസുകാരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരെ ചിലപ്പോൾ ചെയ്തു തരും. അതിലൊന്നും ഒരു കുഴപ്പമുള്ള ടീമോ ഈ ആൾക്കാരൊന്നും അല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. അത് മനസ്സിലാക്കാദ്യം. അതിനിപ്പോൾ ഇങ്ങനെ കൊട്ടിപ്പാടിയിട്ട് ഇത്രയും നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോലീസ് സേനയെ ഉപയോഗിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവൻ അപകടത്തിലൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനോ മെയിൽ അയക്കാനോ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു ഉത്തരവാദിത്വമുള്ള ആളാണെങ്കിൽ അവരുടെ നെറ്റ് എപ്പോഴാണ് കഴിയുക, അല്ലെങ്കിൽ അവരുടെ നെറ്റ് വാലിഡിറ്റി എപ്പോഴാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. 12 മണി വരെ നിങ്ങൾ ഇത് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് എൻ്റെ കുഞ്ഞു സഹോദരി. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഇതുപോലെ വ്ളോഗാക്കി ഇടരുത്. നന്ദി, നമസ്കാരം കേട്ടാ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ അപമാനിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും അല്ല, ഇതാരും അനുകരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും വീഡിയോയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർ ഓരോ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കൺട്രോൾ റൂമിലില്ലേ, ഒരു സ്റ്റേഷനിൽ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നന്ദി, നമസ്കാരം.